പ്രിയ വിദ്യാർത്ഥികളെ, മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ, ഖനിജങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ജിയോളജിയിൽ മിനറൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ട് വിശദമായിട്ട് നമുക്ക് നോക്കാം. മിനറൽസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ നമുക്ക് മിനറോളജി എന്ന് വിളിക്കാം. ധാതുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ മിനറോളജി is the branch of science which deals with the study of minerals is known as mineralogy. മിനറൽസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് മിനറോളജി. ഈ മിനറോളജിയിൽ എന്തെല്ലാം ആസ്പെക്ട്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനറോളജിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ പ്രധാനമാണ്, മിനറലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പ്രധാനമാണ്, മോഡ് ഓഫ് ഒക്കറൻസ്, മോഡ് ഓഫ് ഫോർമേഷൻ ആൻഡ് ദെയർ യൂസ്, കെമിക്കൽ കോമ്പോസിഷൻ, രാസഘടന, ഓരോ മിനറലിനും ഓരോ രാസഘടന ഉണ്ടായിരിക്കും, ഭൗതിക ഗുണങ്ങളുണ്ടായിരിക്കും, അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മോഡ് ഓഫ് ഫോർമേഷൻ, അതെങ്ങനെയാണ് ഒറിജിൻ, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള പഠനം, അതുപോലെ ഒക്കറൻസ്, എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുക, ആൻഡ് ദെയർ യൂസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ മിനറൽസ് എന്ന് പറയുന്ന ഭാഗത്തിൽ, അല്ലെങ്കിൽ മിനറോളജി എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര അധികം ഭാഗങ്ങളൊന്നുമില്ല. ഇതിൽ കാര്യമായിട്ട് മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മിനറൽസ് എങ്ങനെയാണ് ഫീൽഡിൽ നമ്മൾ മിനറൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെഗാസ്കോപ്പിക്കായിട്ട് കണ്ടിട്ട് ഒരു മിനറൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളതിന് പേര് കൊടുക്കുന്നത്, മിനറൽസിൻ്റെ പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഒരു മിനറലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെഗാസ്കോപ്പിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മിനറൽസിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. റോക്സ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ്സ് ഓഫ് വൺ ഓർ മോർ മിനറൽസ്, ഒന്നോ അതിലധികമോ ധാതുക്കൾ കൂടിച്ചേർന്നതാണ് റോക്സ്. അപ്പോൾ റോക്സ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് വൺ ഓർ മോർ മിനറൽസ്. അപ്പോൾ റോക്സിനെ കുറിച്ചുള്ള പഠനമാണ് ജിയോളജിയിൽ വരുന്നത്. റോക്സിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മിനറൽസ് പഠിക്കുന്നത് വളരെ പ്രാധാന്യമുണ്ട്. മിനറോളജി പഠിക്കുന്നത് കൊണ്ട്, ധാതു നിക്ഷേപങ്ങളെ കുറിച്ചുള്ള പഠനം കൊണ്ട്, എക്കണോമിക് ജിയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലൂടെ നമുക്ക് മിനറൽസിനെ കുറിച്ചിട്ട് നമ്മുടെ എക്കണോമിക് പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. മിനറൽസ്, ഇറ്റ് മസ്റ്റ് ബി സോളിഡ്. ഇതൊരു സോളിഡാണ്, ഇതൊരു ഖരപദാർത്ഥമാണ്. ഇറ്റ് മസ്റ്റ് ഒക്കർ നാച്ചുറലി, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആൻ ഇനോർഗാനിക് സബ്സ്റ്റൻസ്, ഇത് ഓർഗാനിക്കായിട്ടുള്ള ഒരു ഒറിജിൻ അല്ല, അതിന് ഇനോർഗാനിക്കാണ് ഒറിജിൻ, അതായത് ജൈവ വസ്തുക്കളിൽ നിന്നല്ലാതെ രൂപപ്പെടുന്നതായിരിക്കണം. എ ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടായിരിക്കും ഇതിന്. ദറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഡെഫിനിറ്റ് കെമിക്കൽ ഫോർമുല, ഒരു കെമിക്കൽ ഫോർമുല ഉണ്ടായിരിക്കും, ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മസ്റ്റ് ബി ഫിക്സഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കോമ്പോസിഷൻ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യണ് അതിൻ്റെ മിനറൽസിൻ്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ ഉള്ളിലുള്ള ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മസ്റ്റ് ബി ഫിക്സഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കോമ്പോസിഷൻ ആൻഡ് നാച്ചുറൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. അപ്പോൾ മിനറൽസ് എന്ന് പറഞ്ഞാൽ മിനറൽസ് മസ്റ്റ് ബി സോളിഡ്, ഇത് നാച്ചുറലായിട്ടുണ്ടാകുന്നതാണ്, ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്, ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്, കെമിക്കൽ ഫോർമുല ഉണ്ട്, ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചറുള്ള, കെമിക്കൽ കോമ്പോസിഷനുള്ള, ഇനോർഗാനിക് സബ്സ്റ്റൻസായ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സോളിഡ്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറുള്ള പദാർത്ഥങ്ങളെ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കാം. സാധാരണഗതിയിൽ സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ധാതുക്കളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോളിഡ് അല്ലാതെ ലിക്വിഡായ ഒരേ ഒരു ധാതു മെർക്കുറിയാണ്. മെർക്കുറിയനെ ധാതുവായിട്ടാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതേസമയം ഓർഗാനിക്കായിട്ട് ലഭിക്കുന്ന ഫോസിൽ ഫ്യൂവൽസ് ഉണ്ട്, ലിഗ്നൈറ്റ്, കൽക്കരി, പെട്രോളിയം,
ഇതൊന്നും നമ്മൾ മിനറലായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. കാരണം അത് ഓർഗാനിക് ഒറിജിനാണ്. പിന്നെ പലപ്പോഴും പെട്രോളൊക്കെ ലിക്വിഡാണ്, അതുപോലെ ഗ്യാസ് ഉണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും സോളിഡ് എന്ന രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ അവയൊന്നും നമ്മൾ ഈ മിനറൽസിൻ്റെ ഡിവിഷനിൽ പെടുത്തിയിട്ടില്ല. പിന്നെ ചില പദാർത്ഥങ്ങൾ മിനറലിനോട് സാമ്യമുള്ള ചില പദാർത്ഥങ്ങളെ മിനറലോയിഡ്സ് എന്ന് വിളിക്കാറുണ്ട്. സെവറൽ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ് വെരി മച്ച് റിസംബിൾ മിനറൽസ് ബട്ട് ലാക്ക് ആൻ ഓർഡർലി ഇന്റേണൽ സ്ട്രക്ചർ. ക്രിസ്റ്റലിൻ നേച്ചർ ഇല്ലാത്ത, ഇന്റേണൽ സ്ട്രക്ചർ കാണപ്പെടാത്ത മിനറൽസിന് സമാനമായ പദാർത്ഥങ്ങളെ മിനറലോയിഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. മിനറൽസിനോട് സമാനമായ എന്നാൽ ഇന്റേണൽ സ്ട്രക്ചർ ഇല്ലാത്ത, ക്രിസ്റ്റൽ നേച്ചർ ഇല്ലാത്ത പദാർത്ഥങ്ങളെ മിനറലോയിഡ്സ് എന്ന് വിളിക്കാം. സെവറൽ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ് വെരി മച്ച് റിസംബിൾ മിനറൽസ് ബട്ട് ലാക്ക് ആൻ ഓർഡർലി ഇന്റേണൽ സ്ട്രക്ചർ ദാറ്റ് വി കാൾഡ് ക്രിസ്റ്റലൈൻ നേച്ചർ. ഉദാഹരണമാണ് ആംബർ, ലിമോണൈറ്റ്, ഒപ്പൽ, ഒബ്സീഡിയൻ. ആവറേജ് കോമ്പോസിഷൻ ഓഫ് ദ ക്രസ്റ്റ്, അത് പേജ് നമ്പർ 249 ടേബിൾ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എലമെൻറ്റ്സ് കോമ്പോസിഷൻ ഓഫ് ദ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ, രണ്ടാമത് സിലിക്കൺ, മൂന്നാമത് അലുമിനിയം, പിന്നെ അയേൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. മറ്റുള്ളതെല്ലാം കൂടിയിട്ട് 1.3% എന്ന് പറഞ്ഞൊരു പിന്നെ നമ്മുടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്, ദെൻ സിലിക്കൺ, ദെൻ അലുമിനിയം, അയേൺ, കാൽസ്യം, സോഡിയം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 1, 2, 3, 4, 5, 6, 7, 8 മൂലകങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത്. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, അയേൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ്. മിനറൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും മിനറൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് നമ്മുടെ പുസ്തകത്തിൽ. They can be broadly classified into 2 groups. One is rock forming minerals. Rock forming minerals. These are the minerals which form the major constituents of rocks. നമുക്കറിയാം റോക്സ് രൂപപ്പെടാൻ സഹായിക്കുന്ന തരത്തിലുള്ള മിനറൽസുകളെ റോക്ക് ഫോമിംഗ് മിനറൽസ് എന്ന് പറയാം. കോട്സ്, ഫെൽസ്പാർ, മൈക്ക, പൈറോക്സിൻ, ഒലുവിൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റോക്ക് ഫോമിംഗ് മിനറൽസ്. ഈ മിനറൽസ് കൂടിച്ചേർന്നിട്ടാണ് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പല റോക്കുകൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഗ്രാനൈറ്റ്, നമ്മുടെ പിന്നെ കരിങ്കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതുപോലെ ചാർണക്കൈറ്റ്, അതുപോലെ ബസാൾട്ട്, അതുപോലെ ഡോളിറൈറ്റ്, ഗേബ്രോ തുടങ്ങിയിട്ടുള്ള നൈസിക്കായിട്ടുള്ള റോക്കുകളൊക്കെ ഈ മിനറൽസുകൾ ചേർന്നിട്ടാണ്. അത്ര പ്രധാനപ്പെട്ട മിനറൽസാണ്, റോക്ക് ഫോമിംഗ് മിനറൽസാണ് കോട്സ്, ഫെൽസ്പാർ, മൈക്ക, പൈറോക്സിൻ, ഒലുവിൻ. മറ്റൊന്ന് ഓർ ഫോമിംഗ് മിനറൽസ്. ഇപ്പോൾ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാം. ഒന്ന് റോക്ക് ഫോമിംഗ് മിനറൽസ്, മറ്റൊന്ന് ഓർ ഫോമിംഗ് മിനറൽസ്. ദീസ് ആർ മിനറൽസ് ഫ്രം വിച്ച് യൂസ്ഫുൾ മെറ്റൽസ് ആർ എക്സ്ട്രാക്റ്റഡ്. മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന മിനറൽസുകളെ, അത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് ജിയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓർ ജിയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർ ഫോമിംഗ് മിനറൽസ് പ്രധാനമായിട്ടും ഗലീന, ലെഡിൻ്റെ ഓറാണത്. ഹാമറ്റൈറ്റ്, ഇരുമ്പിൻ്റെ ഓറാണ്. ക്രോമൈറ്റ്, ക്രോമിയത്തിൻ്റെ ഓറാണ്. ചാൽക്കോപൈറൈറ്റ്, കോപ്പറിൻ്റെ ഓറാണ്. പൈറോലൂസൈറ്റ്, മാംഗനീസിൻ്റെ ഓറാണ്. അതുപോലെ റൂട്ടൈൽ, മോണോസൈറ്റ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഓറുകളാണ്. ഗലീന, ഹാമറ്റൈറ്റ്, ക്രോമൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, പൈറോലൂസൈറ്റ്, റൂട്ടൈൽ, മോണോസൈറ്റ് തുടങ്ങിയതൊക്കെ ഓറുകളാണ്. ഇതും വളരെ പ്രധാനമുള്ളതാണ്. ഇനി ബേസ്ഡ് ഓൺ ദ ഒറിജിനെ ബേസ് ചെയ്തിട്ട് പ്രധാനമായിട്ട് 2 ടൈപ്പ് മിനറൽസ് ഉണ്ട്. ഒന്ന് പ്രൈമറി മിനറൽസ്, മറ്റൊന്ന് സെക്കൻഡറി മിനറൽസ്.
ഈ പ്രൈമറി മിനറൽസ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് കൺസോൾട്ടേഷൻ ഓഫ് മാഗ്മ, മാഗ്മയിൽ നിന്ന് നേരിട്ടിട്ട് ഉണ്ടാകുന്ന മിനറൽസ്. ഉദാഹരണം ഒലിവിൻ ഫോംഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് കൺസോളിഡേഷൻ ഓഫ് മാഗ്മ. സെക്കൻഡറി മിനറൽസ് ഫോംഡ് ഡ്യൂ ടു ദ ഓപ്പറേഷൻ ഓഫ് സെക്കൻഡറി പ്രോസസ് ഓൺ സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന സെക്കൻഡറി പ്രോസസ്സിൻ്റെ ഫലമായിട്ട്, വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ഫലമായിട്ട് രൂപപ്പെടുന്ന രണ്ടാമതുണ്ടാകുന്ന മിനറൽസ്. അതായത് ആദ്യം ഉണ്ടായ മിനറൽസ് റോക്കിൽ നിന്നും വീണ്ടും വെതറിങ്, ഇറോഷനൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് രണ്ടാമതുണ്ടാകുന്ന തരത്തിലുള്ള മിനറൽസ്. അതാണ് മാലക്കൈറ്റ് ഒരു ഉദാഹരണം. മാലക്കൈറ്റ് ഇപ്പോൾ സെക്കൻഡറി മിനറൽസ്, പ്രൈമറി മിനറൽസ്. ബേസ്ഡ് ഓൺ ദ ഒറിജിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈമറി മിനറൽസ്, മറ്റൊന്ന് സെക്കൻഡറി മിനറൽസ്. മാഗ്മ തണുത്തുറച്ച് രൂപപ്പെട്ടതാണ് പ്രാഥമിക ധാതുക്കൾ എന്ന് പറയുക. ദ്വിതീയ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ മാഗ്മ തണുത്തതിന് ശേഷം ഭൂമിയുടെ ഉപരിതലത്തിൽ വ്യത്യസ്ത പദാർത്ഥങ്ങളാൽ രൂപം കൊണ്ടത്. ഉദാഹരണം മാലക്കൈറ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് കുറേ വകുപ്പുകളായിട്ട് പറയുന്നുണ്ട്. നേറ്റീവ് എലമെൻറ്റ്സ്, മറ്റൊന്ന് സൾഫൈഡ്സ്, ഓക്സൈഡ്സ്, ഹാലൈഡ്സ്, കാർബണേറ്റ്സ്, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, സിലിക്കേറ്റ് എന്ന വിഭാഗത്തിൽ കുറേ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിറ്റ്. കെമിക്കൽ കോമ്പോസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് നേറ്റീവ് എലിമെൻറ്റ്സ്. നേറ്റീവ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചില മിനറൽസ് പ്രകൃതിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള മിനറലാണ് ഒന്ന് ഗോൾഡ്, നേറ്റീവ് കോപ്പർ, ഡയമണ്ട്, സൾഫർ, ഗ്രാഫൈറ്റ്. ഇതൊക്കെ അധികം നോൺ മെറ്റൽസ് ആണ്. എന്ന് വെച്ചാൽ ഇത് മറ്റു പദാർത്ഥങ്ങൾ കൊണ്ട് ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശക്തിയുള്ളതാണ്. അതാണ് നേറ്റീവ് എലിമെൻറ്റ്സ് എന്ന് പറയുക. പിന്നെ സൾഫൈഡ്സിൻ്റെ ഒപ്പമുള്ള മിനറൽസ് ഉണ്ട്, ഓക്സൈഡ്സിൻ്റെ ഒപ്പമുള്ള മിനറൽസ് ഉണ്ട്, ഹാലൈഡിൻ്റെ ഒപ്പമുള്ള മിനറൽസ് ഉണ്ട്, കാർബണേറ്റ്സിൻ്റെ ഒപ്പമുള്ള മിനറൽസ് ഉണ്ട്, സൾഫേറ്റിൻ്റെ ഒപ്പമുള്ള മിനറൽസ് ഉണ്ട്. ഇപ്പോൾ സൾഫൈഡിൻ്റെ ഒപ്പമുള്ളതാണ് പൈറൈറ്റ്, ഗലീന PbS, സ്പാലറൈറ്റ് ZnS. ഈ രീതിയിലുള്ള സൾഫൈഡ്സുകളുണ്ട്. ഓക്സൈഡ്സുകളുണ്ട്, കോട്സ് SiO2, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് Fe2O3, Fe3O4, ആ രീതിയിൽ പറയുന്നത്. ഹാലൈറ്റ് ഉണ്ട്, ഫ്ലൂറൈറ്റ് ഉണ്ട്. കാർബണേറ്റിൽ വരുന്നതാണ് കാൽസൈറ്റ്, ഡോളോമൈറ്റ്. സൾഫേറ്റിൽ വരുന്നതാണ് ബേറൈറ്റ്, ജിപ്സം. ഫോസ്ഫേറ്റിൽ വരുന്നതാണ് അപ്പറ്റൈറ്റ്, മോണോസൈറ്റ്. സിലിക്കേറ്റിൽ വരുന്നതാണ് ഗാർനറ്റ്, മൈക്ക, കോട്സ്, ഫെൽസ്പാർ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ് ആൻഡ് ദർ ഐഡൻറ്റിഫിക്കേഷൻ. എങ്ങനെയാണ് മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക? മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള 3 ടൂളുകളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഭൗതിക ഗുണങ്ങൾ, നമ്മൾ നോക്കിയാൽ കാണുന്ന ആ ഗുണങ്ങൾ, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ ഗുണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മിനറലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, മെഗാസ്കോപ്പിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. പിന്നെ കെമിക്കൽ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കെമിക്കൽ ലബോറട്ടറിയിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഒരു മിനറലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകാശം കടത്തി വിട്ടിട്ട് ആ പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച്, ഇതിനെ പ്രതിഫലിപ്പിക്കുന്നു, ആഗിരണം ചെയ്യുന്നു ആയ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഒപ്റ്റിക്സ് എന്ന് പറയും നമ്മളതിനെ. ഒപ്റ്റിക്സ് എന്ന വിഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുന്നതാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിൽ കെമിക്കൽ പ്രോപ്പർട്ടീസും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും നിങ്ങൾ ഹയർ സ്റ്റഡീസിനാണ് നമ്മൾ പഠിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്.